നമസ്കാരം പ്രിയമുള്ളവരെ. കാലങ്ങളായി നിങ്ങൾ കാത്തിരുന്ന ആ ഒരു നിമിഷം, ആ ഒരു സുവാർത്ത നിങ്ങളെ തേടിയെത്താൻ പോവുകയാണ്. ജ്യോതിഷപ്രകാരം ഇനി ഈ നക്ഷത്രജാതകരിലേക്ക് വലിയ നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങൾക്കും കണ്ണീരിനും അറുതി വരുത്തിക്കൊണ്ട് നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ച ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടി വരുന്ന ആ മഹാഭാഗ്യ നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കേവലം ഒരു വാർത്തയല്ല ഇത്. നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ യോഗം. നിങ്ങളൊരു പുതിയ വാഹനമാണോ സ്വപ്നം കണ്ടത്? അതോ സ്വന്തമായൊരു വീടോ വസ്തുവോ? വർഷങ്ങളായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നത് കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ്? എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്? ഈ ഭാഗ്യം പൂർണ്ണമായും നിങ്ങളുടെ കൈകളിൽ വന്നു ചേരാൻ നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം ഈ വീഡിയോയിലൂടെ നാം പങ്കുവെക്കുന്നു. വീഡിയോ പൂർണ്ണമായും കാണുക. ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യരുത്, അതൊരു വലിയ നഷ്ടമാകും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നാളെ വെള്ളിയാഴ്ചയാണ്, പ്രത്യേക പൂജയുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. പ്രിയപ്പെട്ടവരെ, ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ നക്ഷത്രജാതകരുടെ ഗ്രഹനിലയിൽ വന്നിരിക്കുന്ന അനുകൂലമായ മാറ്റങ്ങളാണ് ഈ മഹാഭാഗ്യത്തിന് കാരണം. ഈ സന്തോഷ വാർത്ത നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്. ഉദ്യോഗക്കയറ്റവും തൊഴിൽ നേട്ടവുമാകാം. ജോലിസ്ഥലത്ത് എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും അംഗീകാരം ലഭിക്കാത്തവർക്ക് അർഹിച്ച സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കുന്ന സമയമാണിത്. പുതിയ ജോലി തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് ലഭിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം, കടബാധ്യതകളിൽ നിന്നുള്ള മോചനവും, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയവർക്ക് അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും. കടങ്ങൾ വീട്ടാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനുമൊക്കെ കഴിയുന്ന സമയമാണ്. അതായത് ഒരു പുണ്യകാലം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നു. ഇഷ്ടവിവാഹം, കുടുംബ ഐക്യം, പ്രണയ സാഫല്യം ആഗ്രഹിക്കുന്നവർക്ക് അത്, വിവാഹം വൈകുന്നവർക്കും അനുകൂലമായ തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിലുണ്ടാകും. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ മാറി മനസ്സമാധാനം തിരിച്ചു വരും. വിദ്യാഭ്യാസ വിജയം, വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയവും അതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. നിങ്ങൾക്ക് ഈ ഭാഗ്യകാലം വരുമ്പോൾ നിങ്ങളെ തകർക്കാൻ നോക്കിയിരുന്ന ശത്രുക്കൾ പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളായി ഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ആ ഒരു സമയം കൂടിയാണിത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തിൽ അസൂയ പൂണ്ട് നിങ്ങളെ ചതിക്കാൻ അവർ സ്നേഹം നടിച്ച് കൂടെ കൂടും. ഈ സമയത്ത് നിങ്ങളുടെ രഹസ്യങ്ങളും പദ്ധതികളും ആരോടും പങ്കുവെക്കരുത്. അമിതമായി ആരെയും വിശ്വസിക്കരുത്. കണ്ണടച്ച് പണം കടം കൊടുക്കരുത്. ബുദ്ധിയോടെയും വിവേകത്തോടെയും വേണം ഈ കാലഘട്ടത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കാൻ. അപ്പോൾ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യശാലികളായ ആ നക്ഷത്രജാതകരെ അറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതിക്കിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തികയ്ക്കും ഇനി രക്ഷപ്പെടാൻ സാധിക്കും. എല്ലാ പരാജയങ്ങളും മറന്നേക്കൂ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ, വലിയ സർവൈശ്വര്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിരയ്ക്കും ഇനി ഭാഗ്യമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി തിരുവാതിര രക്ഷപ്പെടുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് തിരുവാതിര എത്തിയിരിക്കുന്നത്. നാലാമത്തെ നക്ഷത്രം മകമാണ്. മകത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്.
പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ മാറി മകം രക്ഷപ്പെടാൻ പോവുകയാണ്. 5-ാമത്തെ നക്ഷത്രം പൂരമാണ്. പൂരത്തിനും ഇനി സർവൈശ്വര്യമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി പൂരം രക്ഷപ്പെടാൻ പോവുകയാണ്. 6-ാമത്തെ നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിരയ്ക്കും ഇത് സർവൈശ്വര്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ കടബാധ്യതകളും മാറാനും ജീവിതത്തിൽ വലിയൊരു ഉന്നതി വന്നു ചേരാനും ഇനി സാധ്യമാകും. അടുത്ത നക്ഷത്രം 7-ാമത്തെ നക്ഷത്രം വിശാഖമാണ്. വിശാഖത്തിനും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരും ഈ നക്ഷത്ര ജാതകർ. പല രീതിയിൽ പലയിടത്തുകൂടി പണം ഇവരുടെ കയ്യിൽ വന്നു ചേരും. 8-ാമത്തെ നക്ഷത്രം അനിഴമാണ്. അനിഴത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി അനിഴം രക്ഷപ്പെടും. 9-ാമത്തെ നക്ഷത്രം പൂരാടമാണ്. പൂരാടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ കളിയാടും. 10-ാമത്തെ നക്ഷത്രം അവിട്ടമാണ്. അവിട്ടത്തിനും ഇനി ഭാഗ്യമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ഇവർ രക്ഷപ്പെടും. 11-ാമത്തെ നക്ഷത്രം രേവതിയാണ്. രേവതിക്കും ഇത് സർവൈശ്വര്യത്തിൻ്റെ സമയമാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് രേവതി നക്ഷത്ര ജാതകർ. എന്നാൽ രേവതി നക്ഷത്രത്തിൻ്റെ എല്ലാ കഷ്ടകാലങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവർ എത്തുന്നു. കഷ്ടകാലങ്ങൾ മാറുന്നു. ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്നു. അപ്പോൾ അശ്വതി, കാർത്തിക, തിരുവാതിര, മകം, പൂരം, ചിത്തിര, വിശാഖം, അനിഴം, പൂരാടം, അവിട്ടം, രേവതി ഈ നക്ഷത്ര ജാതകർക്ക് ഈ വരാൻ പോകുന്ന മഹാഭാഗ്യവും യാതൊരു തടസ്സവുമില്ലാതെ പൂർണ്ണമായും നിങ്ങൾക്ക് അനുഭവത്തിൽ വരണമെങ്കിൽ നമ്മൾ ചില ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ഭാഗ്യവും നമുക്ക് നിലനിൽക്കൂ. അതിനായി ഈ പരിഹാരങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്യാൻ മടി കാണിക്കരുത്. 1-ാമത്തെ പരിഹാരം എന്ന് വെച്ചാൽ ക്ഷേത്രദർശനം തന്നെ. നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം നിർബന്ധമായും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മുരുകക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ ദർശനം നടത്തുക. വിഷ്ണുവിന് പാൽപ്പായസവും ദേവിക്ക് ലളിത സഹസ്രനാമാർച്ചനയും മുരുകന് പാലഭിഷേകവും നടത്തുക. ഇത് വഴിപാടായി കഴിക്കുന്നത് സർവ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. ദിവസവും രാവിലെ ഉണർന്നാൽ ഉടൻ 10 മിനിറ്റ് ശാന്തമായിരുന്ന് ധ്യാനിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച് കൃതജ്ഞത രേഖപ്പെടുത്തുക. ഇത് നിങ്ങളുടെ മനസ്സിന് പോസിറ്റീവ് എനർജി നൽകും. അടുത്തത്, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും ഒരു ചെറിയ പങ്ക് വിശക്കുന്നവർക്ക് ഭക്ഷണമായോ പാവപ്പെട്ടവർക്ക് വസ്ത്രമായോ നൽകുക. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗ്രഹദോഷങ്ങൾ അകലുകയും പുണ്യം വർദ്ധിക്കുകയും ചെയ്യും. വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോവുക. ഈ പ്രപഞ്ചം നിങ്ങൾക്കായി കാത്തുവച്ച ആ വലിയ സന്തോഷ വാർത്ത ഉടൻ തന്നെ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ മനസ്സ് മടുക്കാതെ പ്രാർത്ഥന കൈവിടാതെ ഇരിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ ജാതകം, പഞ്ചപക്ഷിശാസ്ത്രം, പൊരുത്തം, ഗ്രഹനില, ഭാഗ്യ നമ്പർ ഇവയൊക്കെ കൃത്യമായി അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒരു അറിവ് ഷെയർ ചെയ്യുക. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളും രേഖപ്പെടുത്താം. സർവേശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നല്ലതേ വരൂ. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം.